ഈ വർഷം വിരമിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോയ്സി ടീച്ചർ വിദ്യാലയത്തിലെ കുഞ്ഞുമക്കൾക്കായി ഏർപ്പെടുത്തിയ എൻഡോമെന്റ് തുക സമർപ്പിക്കുന്നതിനായി ടീച്ചറെയും ഏറ്റുവാങ്ങുന്നതിനായി ഹെഡ് മിസ്ട്രസിനെയും ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആത്മീയതയുടെ ലോകത്തേക്ക് നമ്മെ കൈപിടിച്ച് നടത്തുവാനായി എത്തുന്നു നിർമ്മലയിലെ കുറച്ചു കൂട്ടുകാർ.
കുടിച്ചും മരുന്നടിച്ചും സ്വിച്ച് ഓഫ് ആയി പോകല്ലേ നല്ല ബഡീസേ. വീട്ടിന്നും പള്ളിന്നും ഔട്ട് ഓഫ് റേറ്റ് കറങ്ങിത്തിരിഞ്ഞ് വൈറസ് ആകല്ലേ. സമ്മാനത്തിന് അർഹതയുള്ള കുട്ടികൾ സ്റ്റേജിൻ്റെ വലതുവശത്തേക്ക് ഉടൻ തന്നെ എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു. താങ്ക് യു. താങ്ക് യു ഫ്രണ്ട്സ് ഫോർ യുവർ അമേസിംഗ് പെർഫോമൻസ്. സിബി ടീച്ചറിനുള്ള മംഗളപത്രം വായിക്കുന്നതിനായി തെരേസ ടീച്ചറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമസ്കാരം. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സിബി ടീച്ചർക്ക് വേണ്ടി മംഗളപത്രം രചിക്കുന്ന വേളയിൽ ടീച്ചറുടെ പേരിൻ്റെ ആദ്യ അക്ഷരങ്ങൾ കോർത്ത് ആദ്യത്തെ വരികൾ രൂപപ്പെടുത്തുവാൻ കഴിഞ്ഞതിൽ എൻ്റെ ജന്മം ധന്യമായി. ഞാൻ ആരംഭിക്കട്ടെ. സിതപുഷ്പസൗരഭ്യ വിദ്യാപ്രദായിനി ബിംബിത ജ്ഞാനാരുണോദയകാരിണി വിദ്യാലയേ തവ സാന്നിധ്യമാധുരീ വർണ്ണനീയം സൗമ്യചൈതന്യപൂർണം ഗീയമാനമിദം സ്തുത്യർഹസേവനം ഗീയമാനമിദം സ്തുത്യർഹസേവനം സ്മരണീയം സർവദാ സ്നേഹാൽ അക്ഷരങ്ങളെ അദ്ഭുതമാക്കിയ കാവ്യശോഭയിൽ കവിതകൾ വിരയിച്ച കഥനശൈലിയിൽ കഥകളെ കേൾപ്പിച്ച കുഞ്ഞു കൈകളാൽ വർണ്ണങ്ങളെഴുതിച്ച ഉച്ചഭക്ഷണ ഉത്തരവാദിത്വം സ്പാർക്കുമേറെ ഭംഗിയായി ചെയ്തൊരാ ആചാര്യശ്രേഷ്ഠയ്ക്കുന്നേകുന്നു ആശംസ. വരും കാലമത്രയും നിറയട്ടെ നിർമ്മലമോർമ്മകൾ മങ്ങാതെ സുഗന്ധിയായി. നന്ദിതൻ വാക്കുകൾ എത്രമേൽ പോരാഞ്ഞു വീണ്ടും തിരയുന്നു ആ കർമ്മപാതയിൽ. ആരോഗ്യമായുസ്സും ആരോഗ്യമായുസ്സും വിണ്ണിലെ നറുമണം പോലുള്ള നന്മയും വിണ്ണിലെ നറുമണം
രക്ഷയും ആശിസും നേരട്ടെ. ഈശ്വര രക്ഷയും ആശിസും നേരട്ടെ. മറുപടി പ്രസംഗത്തിനായി സിബി ടീച്ചറെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കുടുംബാംഗങ്ങളെ, PTA ഭാരവാഹികളെ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, മാതാപിതാക്കളെ, പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഏറെ സന്തോഷത്തോടെയും അതിലേറെ ആത്മനിറവോടും കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. 1988 മുതൽ ഇന്ന് വരെയുള്ള അധ്യാപന ജീവിതത്തിൽ എന്നെ വഴി നടത്തിയ നല്ല ദൈവത്തിന് കൃതജ്ഞതയർപ്പിച്ച് ആരംഭിക്കുന്നു. ഈ സമയം കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേക്ക് നന്ദി പറയുന്നു എന്ന സങ്കീർത്തന വാക്യമാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. എൻ്റെ മാതാപിതാക്കൾ, അവരുടെ സാന്നിധ്യം ഇവിടെയില്ല. എങ്കിലും അവരിരുവരും ദൈവസന്നിധിയിലിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അവരെ നന്ദിയോടെയും അതിലേറെ സ്നേഹത്തോടെയുമല്ലാതെ ഓർക്കാതിരിക്കാൻ വയ്യ. എൻ്റെ ഓർമ്മകളിൽ മുഖം പതിയുന്നതിന് മുമ്പേ വിട പറഞ്ഞ ഒരാളാണ് എൻ്റെ അപ്പച്ചൻ. ആ വിടവ് നികത്തി എന്നെ സ്നേഹിച്ചു വളർത്തിയ എൻ്റെ അമ്മച്ചിയെയും ഒപ്പം മാതൃ സഹോദരനെയും അവരുടെ കുടുംബത്തെയും നന്ദിയോടെ സ്നേഹത്തോടെ സ്മരിക്കുന്നു. എൻ്റെ വന്യ ഗുരുഭൂതരെയും ഓർക്കുന്നു. ഹോളി ഫാമിലി കോൺഗ്രിഗേഷൻ്റെ കീഴിലുള്ള വിദ്യാലയത്തിൽ എനിക്ക് ജോലി ലഭിച്ചത് സിസ്റ്റർ ജിയോവാനി പ്രൊവിൻഷ്യലായിരുന്ന കാലയളവിലാണ്. സിസ്റ്ററിനെയും ഒപ്പം ഇതിന് കാരണമായ സിസ്റ്റർ എലിജിയെയും പ്രാർത്ഥനയോടെ ഓർക്കുന്നു. നവജ്യോതി എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ ബഹുമാന്യരായ എല്ലാ മുൻ പ്രൊവിൻഷ്യൽമാരെയും, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായ സിസ്റ്റർ ജെസിൻ തെരേസിനെയും ഈ സമയം നന്ദിയോടെ ഓർക്കുന്നു. 1988 ഒക്ടോബർ 14 ആമ്പക്കാട് സ്കൂളിലാണ് എൻ്റെ അധ്യാപന ജീവിതം ആരംഭിക്കുന്നത്. അധ്യാപനത്തിലെ ആദ്യ പാഠങ്ങൾ പകർന്നു തന്ന എൻ്റെ ആദ്യ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ എസംറ്റയുടെ ഓർമ്മകൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഒപ്പം എൻ്റെ ആദ്യ വിദ്യാർത്ഥികളെയും മറക്കുന്നതെങ്ങനെയാണ്. 1993 ജൂണിൽ വെങ്ങാനല്ലൂർ സ്കൂളിലാണ് എനിക്ക് സ്ഥിര നിയമനം ലഭിക്കുന്നത്. ഒരു അധ്യാപിക എന്ന നിലയിലുള്ള കടമകളും കർത്തവ്യങ്ങളും പഠിപ്പിച്ചു നൽകിയ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ സാർത്തോയെ ഒരിക്കലും മറക്കാൻ എനിക്ക് കഴിയില്ല. സിസ്റ്ററിൻ്റെ നല്ല ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നമിക്കുന്നു. തുടർന്ന് ചേലക്കര, വടക്കാഞ്ചേരി, അരണാട്ടുകര എന്നിവിടങ്ങളിലും ജോലി ചെയ്യാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. ആ കാലയളവിൽ എൻ്റെ പ്രധാന അധ്യാപികമാരായിരുന്ന സിസ്റ്റർ സെബി, സിസ്റ്റർ ലയോള, സിസ്റ്റർ റീതാ ഹെലൻ, സിസ്റ്റർ റീച്ചൽ, സിസ്റ്റർ കെറ്റി ബാസ്റ്റ്യൻ, സിസ്റ്റർ മരിയ ജോൺ എന്നിവർ നൽകിയ സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും അംഗീകാരങ്ങൾക്കും തിരുത്തലുകൾക്കും എന്നും ഞാൻ കടപ്പെട്ടിരിക്കും. ആ സമയം എൻ്റെ കൂടെ പ്രവർത്തിച്ച സഹപ്രവർത്തകരെയും എന്നെ ഞാനാക്കിയ വിദ്യാർത്ഥികളെയും കുറിച്ച് ഇവിടെ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. 2010 ജൂണിൽ